നമസ്കാരം. കുടുംബ ബജറ്റ് കോവിഡാനന്തരം എന്ന ഈ ചർച്ചാ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കുറച്ച് കടം വാങ്ങേണ്ടി വന്നു. പിന്നെ വണ്ടിയുടെ ലോണുകളൊക്കെ മുടക്കാണ്. ഇപ്പോൾ 2 മാസമായിട്ട് 48 ദിവസമായി ഓടാൻ പോയിട്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ വീട്ടിൽ ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കുറച്ച് സപ്പോർട്ടൊക്കെ ഉള്ള കാരണം വീട്ടിൽ ബുദ്ധിമുട്ട് ഭക്ഷണ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. പിന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞാലും ഇനി വണ്ടിയുടെ ലോണും ഇതൊക്കെ മുടക്കം തന്നെയാണ്. ഓടി തുടങ്ങിയ ശേഷം തന്നെ അടച്ചു തീർക്കാൻ പറ്റുള്ളൂ. നീക്ക് ബാക്കി നമ്മൾ ഓടുന്നതിന്നൊക്കെ മാറ്റി വയ്ക്കാറുണ്ട്. പിന്നെ അതിൽ തികയാത്തൊക്കെ ഗോൾഡ് വെച്ചും അങ്ങനെയൊക്കെയാണ് അത് ചെയ്യാറ്. ഇതിനിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരെയും വാങ്ങാനും ഇല്ല. അങ്ങനത്തെ അവസ്ഥയിലേക്കായി എല്ലാവരുടെയും അവസ്ഥ. നമ്മുടെ മാത്രമല്ല, എല്ലാവരും ഇതേ അവസ്ഥയിലുള്ളവരാണ്. 1.5 മാസത്തോളം മേലെയായി കച്ചവടം ഇല്ല, ഒന്നുമില്ല, വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ കുടുംബത്തെ ജീവിതം കഴിയാൻ നിവൃത്തിയുമില്ല. കടം മേടിക്കും, അവർക്ക് കൊടുക്കും, വില കിട്ടുമ്പോൾ പെൻഷൻ കാശ് കിട്ടുമ്പോൾ കൊടുക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. ഫർണിച്ചർ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. ബസ്സിൻ്റെ കാര്യങ്ങളൊന്നും ബസ്സിന് പോകാൻ പറ്റണില്ലല്ലോ. ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട് നമുക്ക് അതിനുള്ള പൈസ കിട്ടില്ല. ഭർത്താവ് ആണെങ്കിൽ തയ്യൽ പണിക്കാരനാ, ആൾ തൃശ്ശൂരാ ജോലിക്ക് പോകണം. അപ്പോൾ ആൾക്കും പോകാൻ പറ്റണില്ല. അപ്പം മോനൊരു ചെറിയൊരു ട്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് 4 കുട്ടികളെ പഠിപ്പിച്ച് കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രം. അത്ര തന്നെ. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. വലിയ പ്രതിസന്ധിയിലൂടെ നമ്മുടെ കുടുംബങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥിതിയുടെയും രാജ്യത്തെ സമ്പദ്ഘടനയുടെയും ഒക്കെ തകരാറുകളെയും അപജയത്തെയും അത് നേരിടാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നതിനോടൊപ്പം വളരെ ഗൗരവത്തോടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കുടുംബങ്ങളുടെ ബജറ്റിലെ മാറ്റം വരുത്തേണ്ട ക്രമീകരണങ്ങൾ എന്തൊക്കെ എന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും ഏറ്റവും ഫലപ്രദമായ പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിനും നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരായ പ്രൊഫസർ KM ഫ്രാൻസിസ് സാറാണ്. ഒപ്പം ഡോക്ടർ കൊച്ചുറാണി ജോസഫ് എറണാകുളത്ത് നിന്നും ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു. ഇരുവരും സാമ്പത്തിക മേഖലയിൽ മികച്ച ഉപദേശങ്ങൾ നൽകുകയും ലേഖനങ്ങൾ എഴുതുകയും ധാരാളം വേദികളിൽ പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ഒപ്പം സഭയുടെ വിവിധ ഘട്ടങ്ങളിൽ സഭാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്ന പ്രസിദ്ധരായ വ്യക്തികളാണ്. നമുക്കെല്ലാം സുപരിചിതമായ മുഖങ്ങളാണ്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഫ്രാൻസിസ് സാർ, ഒപ്പം കൊച്ചുറാണി മാഡം. ആദ്യം ഫ്രാൻസിസ് സാറിലേക്ക്, പ്രൊഫസർ KM ഫ്രാൻസിസിലേക്കാണ് ആദ്യം ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായ വരവ് ചെലവുകളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ലാതെ ഇന്ന് ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നമുക്കെല്ലാം അത് അറിയുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും അപ്രതീക്ഷിതമായി ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത്, ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മലയാളി കുടുംബങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രമേൽ പകച്ചു പോകുന്നത്? വലിയ ഒരു അത്യാഹിതത്തിൽപ്പെട്ടതുപോലെ പല കുടുംബങ്ങളും പല കുടുംബനാഥന്മാരും ഇന്ന് പകച്ച് ഭയന്നു നിൽക്കുകയാണ്. എങ്ങനെ ഇതിനെ അതിജീവിക്കും? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മലയാളികൾ എത്തിച്ചേർന്നത്? അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? 1970 ശേഷമുള്ള 50 വർഷവും അതിനു മുമ്പുള്ള ജീവിതവും തമ്മിൽ കാര്യമായ മാറ്റം സാമ്പത്തിക രംഗത്ത് സംഭവിച്ചിട്ടുണ്ട്. 1970 മുൻപ് 80% വ്യക്തികളുടെയും വരുമാനം കാർഷിക വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാർഷിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഈ വർഷം മികച്ച വിളവുണ്ടായാൽ അടുത്ത വർഷം വരുമാനത്തിന് തകർച്ചയാണ്. പിന്നീടുള്ള 3 വർഷം ഒരു മീഡിയം വരുമാനമാണെങ്കിൽ 4ാമത്തെ വർഷം ഒരു വലിയ മികച്ച വിളവ് ലഭിക്കും. അതിന് പിന്നത്തെ വർഷം കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോൾ അതോടുകൂടി എല്ലാ വരുമാനവും അപ്രത്യക്ഷമാകും. ഇങ്ങനെയുള്ള വരവിലുള്ള കാതലായ ഉയർച്ചയും താഴ്ചയും നേരിട്ടിരുന്ന നമ്മുടെ പിതാമഹന്മാർ അവരെപ്പോഴും ഒരു തകർച്ചയെ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ചെലവാക്കൽ രീതി വരവിനോട് വളരെ ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ 1970 ശേഷമുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു കായികാധ്വാനം ചെയ്യുന്ന കൂലിപ്പണിക്കാരൻ മുതൽ എല്ലാ തലത്തിലുള്ള വ്യക്തികളുടെയും വരുമാനം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നാളെ എൻ്റെ വരുമാനം കൂടും, നാളെ എൻ്റെ വരുമാനം കൂടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവർ ചെലവുകളെ മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 20,000 രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 19,000 രൂപയും ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാവുന്ന വിധത്തിലുള്ള ഒരു ചെലവ് ഘടനയെ രൂപപ്പെടുത്തിയത് കൊണ്ട് ഒരു നിസ്സാരമായ വരുമാനത്തിലെ കുറവ് പോലും നേരിടാനുള്ള കഴിവ് യാതൊരു വ്യക്തികൾക്കും ഇല്ലാതെ പോയി എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം. തീർച്ചയായും
തീർച്ചയായും ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഫ്രാൻസിസ് സാർ പറഞ്ഞ ഈ നിരീക്ഷണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഒപ്പം ഒരു ചോദ്യമുള്ളത്, നമ്മുടെ കുടുംബിനികൾ പണ്ടൊക്കെ നമുക്കറിയാം ഈ കാർഷിക സമ്പദ് വ്യവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് വീട്ടിലെ കാര്യങ്ങൾ കുടുംബിനികളുമായി പലപ്പോഴും പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലയിടത്തും. കുടുംബത്തിൽ ഈവൻ അടുക്കളയിൽ നിന്ന് പോലും കുടുംബ ബജറ്റിനെ ക്രമീകരിക്കാനുള്ള ഒരു ശ്രമം വീട്ടമ്മമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും വീട്ടമ്മമാർ കുടുംബ ബജറ്റിന്റെ ക്രമീകരണത്തിൽ ഇടപെടുന്നത് കുറഞ്ഞു പോയിട്ടുണ്ടോ? പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കുടുംബ ബജറ്റിനെ കുറിച്ചുള്ള ആരോഗ്യപരമായ ഒരു ആശയവിനിമയവും ഒരു ചർച്ചയും പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണമൊക്കെ പറയപ്പെടുന്നു. ആ ഒരു കാര്യത്തിനോടും എങ്ങനെയാണ് മാഡത്തിന്റെ ഒരു നിരീക്ഷണം? എന്താണ് സാറ് പറഞ്ഞ വരുമാന സ്രോതസ്സിന്റെ കാഴ്ചപ്പാടുകൾ വളരെ കറക്റ്റാണ്. പിന്നെ കുടുംബത്തിലേക്ക് നമ്മളതിനെ കൊണ്ടുവരുമ്പോൾ, കുടുംബത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴും കുടുംബം സ്ത്രീയുടേതായിട്ട് മാത്രം ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. കാരണം കുടുംബം ഒരു കൂട്ടുത്തരവാദിത്തമാണ്, ഒരു കളക്റ്റീവ് ചോയ്സ് എന്ന് പറയും. കുടുംബത്തെ ബേസിക് എക്കണോമിക് യൂണിറ്റ് ആയിട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഇക്കണോമിക്സ് എന്നുള്ള പദം തന്നെ ഒയിക്കണോമിയ, കുടുംബ സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉടലെടുത്തത്. ഇക്കണോമി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് അത് ഉടലെടുത്തത്. ഈ കുടുംബത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കുടുംബത്തിന്റെ ബജറ്റ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ചോയ്സ് ബജറ്റാണ്. അവിടെ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ തുല്യ റോളാണുള്ളത്. അടുക്കളയൊക്കെ ഒരു കോമൺ ഫാക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കോമൺ ഫാക്ടറായിട്ട് നമ്മൾ അടുക്കളയെ കണ്ടില്ലെങ്കിൽ കുടുംബങ്ങൾ പോലും ഇവിടെ നിലനിൽക്കത്തില്ല, കുടുംബ സംവിധാനം പോലും ഇവിടെ നിലനിൽക്കത്തില്ല. അതുകൊണ്ടൊരു ജോയിന്റ് കളക്റ്റീവ് ചോയ്സിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് നമ്മുടെ ബജറ്റിനെ ചിന്തിക്കുക. വരുമാന സ്രോതസ്സുകൾ രണ്ടുപേരും ഉണ്ടാക്കുകയും പണം ചെലവഴിക്കുന്ന രീതി ഒരു കളക്റ്റീവ് കൂട്ടായ ആലോചനയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് കുടുംബത്തെ ബജറ്റിനെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുന്നത്. 4 കാര്യങ്ങൾ എല്ലാവരും കൂടി ചിന്തിക്കുക: വരുമാനം, ചിലവ്, കടം, സമ്പാദ്യം. ഇത് 4ഉം കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള വ്യക്തമായ, നിയതമായ, പോസിറ്റീവായ സാമ്പത്തിക സൂചികകളാണ്. കടം എങ്ങനെ പോസിറ്റീവ് ആകുമെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം. കടം അതിനാൽ തന്നെ നെഗറ്റീവ് അല്ല. കാരണം കടം എന്തിനു വേണ്ടി എടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒരു വീട് പണിയാനോ വാഹനം മേടിക്കാനോ ഒരു സംരംഭം തുടങ്ങാനോ ഒക്കെ എടുക്കുന്ന കടത്തെ പ്രൊഡക്റ്റീവ്, ഉൽപാദനക്ഷമതയുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു കുടുംബ ബജറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ 4 സൂചികകളും ചേർന്ന് പരസ്പരം ആലോചിച്ച് നമുക്ക് അടുക്കള എക്സ്പെൻസിന് എത്ര മാറ്റിവെക്കാം, യാത്രാ ചെലവ് എത്ര മാറ്റാം, ആരോഗ്യ പരിപാലനത്തിന്റെ ചെലവ് എത്ര മാറ്റാം, ഒരു വിനോദ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു എന്റർടൈൻമെന്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മാസം എത്ര മാറ്റാം. ഈ ബജറ്റ് വീട്ടമ്മയുടെ ബജറ്റ് അല്ല, ഈ ബജറ്റ് കുടുംബത്തിന്റെ ബജറ്റാണ്. ഇങ്ങനെ കുടുംബത്തിന്റെ ബജറ്റായിട്ട് നമ്മൾ കണ്ട് നമ്മൾ ഓൺ ചെയ്യുക, എല്ലാവരും ഓൺ ചെയ്യുക. ഇത് വീട്ടമ്മയ്ക്ക് വിട്ടുകൊടുക്കാതെ ഇത് അപ്പനും അമ്മയും മക്കളും ഓൺ ചെയ്യുന്ന ഒന്നായിട്ട് മാറുമ്പോൾ മാത്രമേ നമ്മുടെ കുടുംബ ബജറ്റ് സമ്പൂർണ്ണമാവുകയുള്ളൂ. തീർച്ചയായിട്ടും വ്യക്തമാണ് ഡോക്ടർ കൊച്ചുറാണി ജോസഫ്. ഒപ്പം ഞാൻ ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നു അല്പം മാറിപ്പോയെന്ന് തോന്നുന്നു. അതായത് തീർച്ചയായിട്ടും കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ മുഴുവനാണ്. കുടുംബത്തിലെ വരുമാനം നേടുന്ന എല്ലാ അംഗങ്ങളും ചേർന്ന് ഒരുമിച്ചിരുന്ന് തന്നെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷെ പലപ്പോഴും കുടുംബത്തിൻ്റെ ഏണിംഗ് മെമ്പർ പുരുഷൻ മാത്രമായി മാറുന്ന സമയത്ത്, അല്ലെങ്കിൽ കുടുംബനാഥൻ മാത്രമായി മാറുന്ന സമയത്ത് അദ്ദേഹം നേരിടുന്ന പ്രതിബന്ധങ്ങളും അദ്ദേഹം നേരിടുന്ന സാമ്പത്തിക ഞെരുക്കങ്ങളും പലപ്പോഴും വീട്ടിൽ തുറന്നു പറയാത്ത ഒരു സാഹചര്യവും, അങ്ങനെ കുടുംബിനികൾക്ക് ഈ കുടുംബ ബജറ്റിൻ്റെ അല്ലെങ്കിൽ കുടുംബം നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളിൽ അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിനെ എങ്ങനെയാണ് മാഡം നോക്കിക്കാണുന്നത്? പുരുഷൻ ബ്രെഡ് വിന്നറും സ്ത്രീ ഹോം മേക്കറുമായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നാൽ ഇന്ന് രണ്ടുപേരും ബ്രെഡ് വിന്നേഴ്സ് ആണ്. വീട്ടിലായിരിക്കുന്ന സ്ത്രീയും ഒരുപക്ഷെ പണ്ട് കാലത്ത് ഈ കോഴിമുട്ട വെക്കുന്നു അല്ലെങ്കിൽ പാല് വിൽക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് മാറി ഇന്ന് വേറെ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനോ മിച്ചം വെക്കാനോ ഒക്കെ പരിശ്രമിക്കുന്ന സ്ത്രീകളുടെ എണ്ണം ഏറുകയാണ്. വളരെ കുറച്ചു പേര് മാത്രമേ, ഒരു 10% സ്ത്രീകൾ മാത്രമേ സ്വന്തമായി തൊഴിൽ ചെയ്യാനോ സ്വന്തമായി ഏൺ ചെയ്യാനോ ഇഷ്ടപ്പെടാത്തവരുള്ളൂ. വേറൊരു 10% പേരെ ആരെങ്കിലുമൊക്കെ പുഷ് ചെയ്ത് മുന്നോട്ട് വന്നാൽ അവർ ചെയ്തെന്നിരിക്കും. ബാക്കി ഇതിനിടയ്ക്കുള്ള ഒരു 80% സ്ത്രീകളും, ഞാനൊക്കെ കോളേജിൽ പഠിപ്പിക്കുന്ന ആളാണ്, പെൺകുട്ടികളെല്ലാം സ്വന്തമായി ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇനി പുരുഷൻ മറ്റു കാര്യങ്ങൾ സ്ത്രീയോട് പങ്കുവെക്കുന്നതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞല്ലോ. സാമ്പത്തിക കാര്യങ്ങൾ പലതും പറയാൻ പറ്റും. ഈ പിടിച്ച ചിട്ടിയും അടയ്ക്കാനുള്ള EMI എന്ന് പറഞ്ഞാൽ മാസം അടയ്ക്കേണ്ട ലോണിന്റെ തുകയും ഒക്കെ
പങ്കുവെക്കുക എന്നുള്ളൊരു സംസ്കാരത്തിലേക്കാണ് വളരേണ്ടത്. അത് പങ്കുവെക്കാൻ വിമുഖത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് തീരും. പല സ്ത്രീകൾക്കും അതുകൊണ്ട് തങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക കാര്യം പുരുഷൻ പങ്കുവെക്കാത്തത് കൊണ്ട് തന്നെ എങ്ങനെ ഇത് ചെലവാക്കാം എന്നതിനെ കുറിച്ച് അവർക്ക് പരിമിതികളുണ്ട്. പക്ഷെ വരുന്ന വരുമാനത്തിന്റെ തുക ഇത്രയാണുള്ളത്, ഇത്ര ലോൺ ഉണ്ട്, ഇത്ര ചിട്ടിയുണ്ട്, പിടിച്ച ചിട്ടി ഇത്ര, പിടിക്കാത്ത ചിട്ടി ഇത്ര, വാഹനത്തിന് ഇത്ര ലോൺ ഉണ്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇത്ര ലോൺ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബിനിയോട് പങ്കുവയ്ക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വളരുക എന്നുള്ളതാണ് ഈ പ്രശ്നത്തിലുള്ള പോംവഴി. തീർച്ചയായിട്ടും ഡോക്ടർ കൊച്ചുറാണി ജോസഫ് പറഞ്ഞത് വളരെ കൃത്യമാണ്. പുരുഷനും സ്ത്രീയും ഇരുവരും തുറന്ന മനസ്സോടെ പരസ്പരം പങ്കുവെച്ച് വേണം ഈ ഒരു കുടുംബ ബജറ്റ് തയ്യാറാക്കുന്നതിൽ. ഞാൻ ഫ്രാൻസിസ് മാഷിലേക്ക് വരികയാണ്. ഫ്രാൻസിസ് മാഷ്, ഇന്ന് ധാരാളം കുടുംബങ്ങളെ അങ്ങ് പലപ്പോഴും കാണുകയും കുടുംബങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തങ്ങളുടെ വരുമാനത്തെ സംബന്ധിച്ചും തങ്ങളുടെ കുടുംബത്തിൻ്റെ ബജറ്റിൻ്റെ ഒരു പ്ലാനിങ്ങിനെ സംബന്ധിച്ചുമൊക്കെ ഉള്ള ഒരു ആശയവിനിമയം ഇന്ന് എത്രത്തോളം ആരോഗ്യപരമായി നടക്കുന്നുണ്ട്? ഞാനിത് പറയാൻ കാരണം, പല കുടുംബ ആത്മഹത്യകളും നടന്നത് പോലും ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒരു പക്ഷേ ഒരു സാമ്പത്തികമായ സഹായം വന്നാൽ അവർ ആ കുടുംബം നേരിടുന്ന സാമ്പത്തിക പ്രശ്നം മറികടക്കാൻ സാധിക്കുമായിരുന്ന പല സാഹചര്യങ്ങളിലും ഇത് തുറന്നു പറയാത്തത് കൊണ്ട് മാത്രം കുടുംബം മുഴുവൻ ആത്മഹത്യയിലേക്ക് പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അത് അറിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഭാര്യ ഭർത്തൃ ആശയവിനിമയത്തിൻ്റെ കുറവ് മൂലം എത്രത്തോളം രൂക്ഷമായി പല കുടുംബങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നുണ്ട്? എന്താണ് ഫ്രാൻസിസ് മാഷിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കൊച്ചുറാണി ടീച്ചറിൽ നിന്ന് വിഭിന്നമായൊരു സാഹചര്യം എൻ്റെ വീട്ടിലുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ബ്രെഡ് വിന്നറാണ്, ഭാര്യ ഹൗസ് മേക്കറാണ്. പലപ്പോഴും ഈ ബ്രെഡ് വിന്നേഴ്സായിട്ടുള്ള ഹസ്ബൻഡ്സിന് പറ്റുന്ന പ്രശ്നം തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത്. ഞാൻ ഈ വരുമാനത്തെക്കുറിച്ചോ കടത്തെക്കുറിച്ചോ ടീച്ചർ പറഞ്ഞ ഈ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഭാര്യയോട് സംസാരിക്കില്ല. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ വഴിയിൽ വെച്ച് ഒരു വൈദികൻ ഉപദേശം തന്നു, എത്ര കടമുണ്ടോ എത്ര വരുമാനമുണ്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് പറയണമെന്ന്. അപ്പം അങ്ങനെ ഭാര്യയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എൻ്റെ മനസ്സിൽ ആ ഭാരം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ ഇന്ന് പെൺകുട്ടികൾ ബ്രെഡ് വിന്നേഴ്സ് ആണെങ്കിൽ പോലും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ മാമൂലുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് ഭാര്യയ്ക്ക് കിട്ടുന്ന പൈസ പോലും ഭർത്താക്കന്മാരാണ് ഒരു 80% കേരള സാഹചര്യത്തിലും ഇന്ത്യയുടെ സാഹചര്യത്തിലൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതിൽ ചില പെൺകുട്ടികൾ മാറി ചിന്തിക്കുന്നവരുണ്ടാകും, ഭർത്താവ് അതിന് ഫ്രീഡം കൊടുക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയില്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ആശയവിനിമയത്തിൻ്റെ കുറവ് മൂലം അങ്ങനെയാണ് പലപ്പോഴും ബഡ്ജറ്റ് തകർന്നു പോകുന്നത് തന്നെ. കാരണം കടത്തിൻ്റെ ബാധ്യതയെക്കുറിച്ചൊന്നും പുറത്ത് പറയാതെ മനസ്സിലിട്ട് ഓരോ പ്ലാനുകൾ പറയുമ്പോൾ അതൊക്കെ അനുസരിച്ച് അവസാനം കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെയാണ് നേരത്തെ ബൈജു പറഞ്ഞതുപോലെ ചിലരൊക്കെ ആത്മഹത്യയിലേക്ക് പോയിട്ടുള്ളത്. അത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഭാര്യയുടെ വീട്ടുകാർ സഹായിച്ചേനെ, സഹോദരന്മാർ സഹായിച്ചേനെ. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ട്. തീർച്ചയായിട്ടും മാഷ് പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. ശരിക്കും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ചിരുന്ന് തുറന്ന മനസ്സോടെ ചർച്ച ചെയ്ത് തന്നെ നമ്മൾ ഈ ഒരു സാഹചര്യത്തെ നേരിടേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ആശയമാണ്, ഒരു കാഴ്ചപ്പാടാണ് രണ്ടുപേരും മുന്നോട്ട് വെക്കുന്നത്. വീണ്ടും കൊച്ചുറാണി ജോസഫ് മാഡത്തിലേക്ക് വരികയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യം പലരുടെയും വരുമാനം ബ്ലോക്കായി പോയിട്ടുണ്ട്, പലരുടെയും വരുമാന സ്രോതസ് അപ്പാടെ അടഞ്ഞു പോയിട്ടുണ്ട്. പലരും വലിയ ലോണുകൾ എടുത്ത് ഇപ്പം വാഹനങ്ങൾ വാങ്ങി അത് ടാക്സി ആയിട്ട് ഉപയോഗിക്കുന്നവർ, ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയവർ, ഇവർക്കൊക്കെ ഒരു വലിയ ബാധ്യത, പെട്ടെന്ന് മറികടക്കാൻ സാധിക്കാത്ത ഒരു ബാധ്യത ഈ ദിവസങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ ബഡ്ജറ്റ്, കുടുംബ ബജറ്റ് ക്രമീകരിക്കുമ്പോൾ ഒരു മാതൃകാപരമായി ഒരു കുടുംബ ബജറ്റ് ക്രമീകരിക്കുന്നതിനെ കുറിച്ച് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ചുരുങ്ങിയ വാക്കുകളിൽ മാഡത്തിന് നൽകാൻ സാധിക്കുക? ഒന്നാമത്തെ കാര്യം അവനവന്റെ വരവിനെ കുറിച്ച്, അതായത് നമ്മളെ നെറ്റ് പേ എന്നൊക്കെ പറയും, ഗ്രോസ് പേ അല്ല, നെറ്റ് പേ, മൊത്തത്തിലുള്ള വരുമാനമല്ല, അതിൽ നിന്ന് ലോണെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര നെറ്റ് പേ, കയ്യിൽ ചെലവാക്കാൻ എന്ത് കിട്ടുന്നു എന്നതിനെ കുറിച്ച് കുടുംബാംഗങ്ങൾക്കൊരു ഗ്രാഹ്യമുണ്ടാവണം. രണ്ടാമത്, ലോണുകൾ സുലഭമായി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ വരിക, ഇപ്പൊ ഒരു വണ്ടിയുടെ ലോണിന്റെ ഒക്കെ പരസ്യമൊക്കെ നോക്കണമെങ്കിൽ വരിക,
പേപ്പേഴ്സ് സൈൻ ചെയ്യുക, വണ്ടി കൊണ്ടുപോയിക്കൊള്ളുക, 36 ഇൻസ്റ്റാൾമെന്റ്, 72 ഇൻസ്റ്റാൾമെന്റ് എന്നൊക്കെ പറഞ്ഞ് ക്രെഡിറ്റ് എക്കോണമിയുടെ വളർച്ച എന്ന് പറയും. അതായത് സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ഞങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു മണി എക്കോണമിയിലേക്ക് വന്നു. മണി എക്കോണമിയിൽ നിന്ന് മാറി പിന്നീട് ഇപ്പൊ ഒരു ക്രെഡിറ്റ് എക്കോണമിയിലാണ് എക്കണോമി പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എന്തിനും ക്രെഡിറ്റ് കിട്ടും, ഏത് സാധനവും, ഈവൻ നമ്മുടെ ഒരു ഡ്രസ്സ് പോലും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് എക്കോണമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കടമെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, കുടുംബം ചിന്തിക്കണം, ഈ കടം വീട്ടാനുള്ള സാഹചര്യമാണോ എൻ്റെ കുടുംബത്തിനുള്ളത്. പലപ്പോഴും നമ്മുടെ മലയാളികളെ ഒരു സ്വാധീനിക്കുന്ന ഒരു എഫക്റ്റ്, കോൺസ്പീക്വസ് കൺസംഷൻ എന്നൊക്കെ ഞങ്ങൾ എക്കണോമിക്സിൽ പറയും. സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറയും. അതായത് ഒരു അനുകരണ മനോഭാവമോ പൊങ്ങച്ച മനോഭാവം, പ്രദർശന മനോഭാവം എന്നൊക്കെ വിളിക്കാം. അയൽവക്കത്തുള്ളതോ ഉള്ളവർക്കൊക്കെ അതുള്ളത് കൊണ്ട് എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്ന ചിന്ത അതികടന്ന്, അതിനെയും മറികടന്ന് അയൽവക്കത്തുള്ള ആൾക്കുള്ളതിനേക്കാളും മെച്ചപ്പെട്ടത് എനിക്ക് വേണം, കുറച്ചുകൂടി മുന്തിയത് എനിക്ക് വേണമെന്ന അപകടകരമായ ചിന്തയാണ് മലയാളി കുടുംബങ്ങളെ എല്ലാം കടക്കണിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സ് നമ്മുടെ മനസാക്ഷിയിലാണ് ഉണ്ടാകേണ്ടത്. മൈ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ യു എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്റെ തീരുമാനങ്ങൾ നീ എടുക്കുന്നു. അതായത് ഒരു കടക്കാരൻ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു വ്യവസായി എടുക്കുന്നു, ഒരു മാർക്കറ്റിംഗ് നടത്തുന്ന നമ്മുടെ വീടിന്റെ വാതിക്കൽ വന്ന് നിൽക്കുന്ന ഒരു പയ്യൻ വരെ എനിക്ക് വേണ്ടി തീരുമാനമെടുക്കുന്ന അവസ്ഥയിലേക്കുള്ള എത്തുന്നതിന്റെ ദുരന്തമാണ്. അപ്പോഴ് നമ്മുടെ വേണ്ട കാര്യങ്ങൾ, 4 കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. കുടുംബത്തിന് വേണ്ടി ഒരു സാധനം മേടിക്കുമ്പോൾ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, ആഡംബരം, 4 വാക്കുകൾ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു വസ്തു മേടിക്കുന്നു, ഒരു വീട് മേടിക്കുന്നു, വണ്ടി മേടിക്കുന്നു, മറ്റേ ഡ്രസ്സും എന്തുവാട്ടെ, ആവശ്യമാണോ, അത്യാവശ്യമാണോ, അനാവശ്യമാണോ, ആഡംബരമാണോ, ഇത് 4 നമ്മളോട് തന്നെ ചോദിച്ചിട്ട് എനിക്കത് അത്യാവശ്യമാണ് എന്ന് കണ്ടാൽ മാത്രം ആ സാധനത്തിന് വേണ്ടി പോവുക. അതിൽ തന്നെ ഏത് വിലയുടേതാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊന്നും അവരിലേക്ക് നോക്കി ചിന്തിക്കാതെ, മറ്റുള്ളവരിലേക്ക് നോക്കി പോകാതെ നമുക്ക് ആവശ്യമുള്ള ചിന്ത, അതൊരു മനസ്സിന്റെ വലിപ്പമാണ്. വലിപ്പത്തിലേക്ക് കുടുംബങ്ങൾ എത്തുക എന്നുള്ളതാണ്. എപ്പോഴും ട്രാജഡി അല്ലെങ്കിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് അവരനെ കണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്രെഡിറ്റ് എക്കോണമിയുടെ വളർച്ചയിലും എന്റെ വരുമാനവും എന്റെ ജീവിത രീതിയും എപ്രകാരമായിരിക്കണമെന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിലേക്ക് എന്റെ മനസ്സിന്റെ വലിപ്പം വളർത്തൽ, അതാണ്. അതിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ എത്തിയാൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കടക്കണിയിൽ പെട്ടുഴലേണ്ടി വരുമെന്ന്. പലപ്പോഴും കടത്തിൽ ചെന്ന് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ചില കുടുംബങ്ങളെയൊക്കെ രക്ഷിച്ചു കൊണ്ടുവന്ന അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോഴല്ല അവര് പറഞ്ഞ ചില കോമൺ സെന്റൻസുകളാണ്. ഒരു ഭാര്യ പറഞ്ഞ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവ് തന്റെ സാമ്പത്തിക വിഷമമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, ഇത്രയും കടമുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പൊട്ടി കരഞ്ഞൊരു ഭാര്യയും. അതോടൊപ്പം തന്നെ ഭർത്താവിനോട് ഞാനത് ചോദിച്ചപ്പോൾ ഇവളെ കൂടി എന്തിനാ വിഷമിപ്പിക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് വീർപ്പുമുട്ടി കണ്ണീരണിഞ്ഞൊരു ഭർത്താവ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. നമുക്കവരെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളൊരു ചരിതാർത്ഥ്യമുണ്ട്. പലപ്പോഴും ഇവിടെയാണ് പാളിച്ച സംഭവിക്കുന്നത്. പരസ്പരം ആലോചിക്കാതെ അല്ലെങ്കിൽ അപരന്റെ വസ്തുക്കൾ കണ്ട് മതിഭ്രമം കണ്ടുകൊണ്ട് നമ്മുടെ വരുമാനം, നമ്മുടെ നെറ്റ് പേ, എനിക്ക് എത്ര കയ്യിൽ ചെലവാക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കുള്ള വളർച്ചയാണ് കുടുംബ ബജറ്റ് ഭദ്രമാകാൻ ഏറ്റവും അനിവാര്യമായിരിക്കും. തീർച്ചയായും നമുക്ക് ഒരു ചെറിയ ലഘു സമവാക്യം കൊണ്ട് ഒരിക്കലും ഒരു കുടുംബ ബജറ്റിനെ നമുക്ക് പൂരിപ്പിക്കാൻ സാധിക്കില്ല. മാഡം പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ സ്വന്തം വരുമാനത്തിനനുസരിച്ച്, കുടുംബത്തിൻ്റെ വരുമാനത്തിനനുസരിച്ച് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യം പണം മാറ്റിവെക്കുക, തുടർന്ന് അതിനുശേഷമുള്ള പണം കൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഒരു ക്രമീകരണം നടത്താൻ നമ്മുടെ മലയാളികൾ തയ്യാറായാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറും എന്നാണ് മാഡം പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അതെ, വ്യക്തമാണ്. നമുക്ക് വീണ്ടും ഫ്രാൻസിസ് സാറിലേക്ക് പോവുകയാണ്. ഫ്രാൻസിസ് സാർ, എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ മലയാളികൾ സ്വീകരിക്കേണ്ടി വരും? നേരത്തെ കൊച്ചുറാണി ടീച്ചർ പറഞ്ഞതുപോലെ ആഡംബരങ്ങൾ കുറയേണ്ട ഒരു സാഹചര്യമാണ്. നമുക്കറിയാം 1000, 1500 ഒക്കെ 2000 ഒക്കെ ആളുകൾക്ക് സദ്യ വിളമ്പിക്കൊണ്ട് നടന്നിരുന്ന വിവാഹങ്ങൾ 20 പേരും 15 പേരും 5 പേരും ഒക്കെ ആയിട്ട് നടന്ന ഒരു കാഴ്ച നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചു, അതും നമ്മുടെ മലയാളികൾക്കിടയിൽ തന്നെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഫ്രാൻസിസ് സാറിന് നൽകാനുള്ളത്? ഏതൊക്കെ രീതിയിൽ കുടുംബങ്ങൾ അവരുടെ സാമ്പത്തിക ക്രമീകരണങ്ങളിൽ മുൻഗണനാ പട്ടിക തയ്യാറാക്കേണ്ടി വരും? എന്തൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും? എന്താണ് സാറിൻ്റെ ഒരു വിലയിരുത്തൽ? എനിക്ക് കൊച്ചുറാണി ടീച്ചർ പറഞ്ഞതിനോട് തുടർച്ചയായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഒരു ക്രൈസിസിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ മാത്രമേ
ജനങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇത് ഇപ്പോൾ ഞാനും കൊച്ചുറാണി ടീച്ചറും പറയുന്ന കാര്യം ഒരു 6 മാസം മുൻപ് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. ഇത് പറയാൻ കാരണം ഈ ആഡംബര ഭ്രമം മനുഷ്യനെ എവിടെ കൊണ്ടെത്തിച്ചു. പല പ്രവാസികളും ഗൾഫിൽ നിന്ന് കിട്ടുന്ന പണത്തിനെ മുഴുവൻ മാറ്റിയത് 2500-4000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ പണിയാനാണ്. അവസാനം ആ വീട് പണിതത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ 30 കൊല്ലക്കാലം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തത്. അപ്പോൾ വീട് പണി തൊട്ട് നമ്മുടെ സ്വഭാവങ്ങളിൽ വലിയ ഒരു പുനർചിന്ത നമുക്ക് ആവശ്യമാണ്. എൻ്റെ കുടുംബ കൂട്ടായ്മ യൂണിറ്റിൽ ആ പ്രദേശത്ത് അവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളുണ്ട്. അവിടെ നടത്തിയ പഠനത്തിൽ മനസ്സിലായത് 50 വീടുകളിൽ 40 വീടുകളിലും ആഡംബര കാറുകളുണ്ട്. ഈ കാറുകൾ 5 വർഷവും 6 വർഷവുമായിട്ട് അവരാകെ ഉപയോഗിച്ചിട്ടുള്ളത് 12,000 കിലോമീറ്ററാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് എന്താണ്? വെറുതെ വീടിൻ്റെ മുന്നിലൊരു കാറ് വാങ്ങിച്ചിടാൻ വേണ്ടി മാത്രമാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഓരോരുത്തരുടെയും കഴിഞ്ഞ 20 കൊല്ലമായിട്ട് അവർ ചെലവാക്കുന്ന ഒരു ആദ്യ കുർബാന സ്വീകരണം, ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് പഴയ കാലത്ത് വിവാഹത്തിന് തുല്യമായ പണമാണ് ഇന്ന് ചെലവാക്കുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ വിവാഹത്തിന് ആകെ ക്ഷണിച്ചത് 500 പേരെയാണ് എൻ്റെ ആദ്യത്തെ മകളുടെ വിവാഹത്തിന് ക്ഷണിക്കുന്നത്. 2000 പേര് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വിവാഹത്തിന് വിളിച്ചില്ല എന്ന്. പക്ഷേ അങ്ങനെ ഒരു പരാതി പറയുമ്പോൾ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. ആഡംബര ലളിത ജീവിതം എന്ന് പ്രസംഗം പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. ഓരോരുത്തൻ്റെയും കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് പരിചയമുള്ള സുഹൃത്തുക്കളെ, കുടുംബ ബന്ധങ്ങളെ മാത്രമാക്കി ഇത്തരം ആഘോഷങ്ങൾ ചുരുക്കാൻ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ബൈജു തന്നെ പറഞ്ഞല്ലോ, 20 പേരെ വെച്ച് വിവാഹം നടത്താനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. അപ്പം ഇത്തരത്തിൽ വീട് പണിയുമ്പോഴും കാറ് വാങ്ങുമ്പോഴും വിവാഹം, ആദ്യ കുർബാന, കൈക്കൊള്ളപ്പാട്, ഇത്തരത്തിലുള്ള കുട്ടികളുടെ ചോറൂണ്, ഇതൊക്കെ നടത്തുന്ന ആഘോഷങ്ങളിലെല്ലാം വളരെയധികം ലാളിത്യത്തിലേക്ക് തിരിച്ചു വരേണ്ട ഒരു ആവശ്യകത ഈ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരി നമുക്കൊരു വെളിച്ചം തരികയാണ്. പണ്ടൊക്കെ നമുക്കറിയാം, വീട്ടിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ, ഒരു പ്രശ്നം വന്നാൽ എളുപ്പം ഒരു സ്വർണ്ണാഭരണം എടുക്കുന്നു, കൊണ്ടുപോയി പണയം വെക്കുന്നു. ആ പണമെടുത്ത് അപ്പോഴത്തെ അത്യാഹിതത്തെ നമ്മൾ മറികടക്കുന്നു. ഈ ഒരു ശൈലി പൊതുവെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇന്ന് സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് ഒരു ആഡംബര വസ്തുവായി, നമ്മുടെ ഒരു നിക്ഷേപം എന്നതിൽ ഉപരിയായി, ഒരു കരുതൽ നിക്ഷേപം എന്നതിലുപരിയായി മറ്റ് പലതുമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു കരുതൽ നിക്ഷേപം, ഒരു കരുതൽ ധനശേഖരം എന്ന ഒരു ചിന്ത തന്നെ പല കുടുംബങ്ങളിലും ഇല്ലാതായിട്ടുണ്ട്. ഇത് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്? അതുപോലെ തന്നെ പ്രത്യേകിച്ചും ഈ പ്രളയം പോലുള്ള അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ കേരളീയ ജനത ഈ നാളുകളിൽ കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് കുടുംബത്തിൽ ഒരു കരുതൽ ധനശേഖരത്തിൻ്റെ ആവശ്യം എത്രമാത്രം പ്രസക്തമാണ്? ഫ്രാൻസിസ് മാഷിനോടാണ് ചോദ്യം. യഥാർത്ഥത്തിൽ പഴയ കാലത്തെ മനുഷ്യന്മാർ, എൻ്റെ കൊച്ചുകുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള കർഷകർ, അവർക്ക് എത്രയോ വലിയ പണമുണ്ടായാലും പുറമേക്ക് അതൊന്നും കാണിക്കാതെ വളരെ ലളിതമായ ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. മാത്രമല്ല, അവർ സ്വർണം വാങ്ങിക്കുന്നതിനൊരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു. അത് ബൈജു പറഞ്ഞതുപോലെ ക്രൈസിസിൽ വിൽക്കുകയോ അല്ലെങ്കിൽ പണയം വെക്കുകയോ ചെയ്യാവുന്ന ഈസി ലിക്വിഡിറ്റി, അത് സ്ഥലം വാങ്ങിച്ചിട്ട് അത് സാധിക്കില്ല. സ്വർണത്തിൽ നിക്ഷേപിച്ചിട്ട് അത് വിറ്റാൽ ക്രൈസിസിനെ നേരിടാവുന്ന ഒരു സംവിധാനം നിലനിർത്തിയിരുന്നു. എന്നാൽ ഇന്ന് സ്വർണം വാങ്ങുന്നത് അതിനല്ല. ഇപ്പം എൻ്റെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്നത് വളകൾ മാത്രമാണ്. അപ്പം ഞാൻ ചോദിച്ചിരുന്നു, എന്താണ് ഈ വള മാത്രം? നല്ല ഭംഗിയുള്ള ആഭരണങ്ങളൊന്നും കാണാനില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞത്, ആവശ്യത്തിന് വിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക വള വിറ്റാലാണ്. മറ്റു കാര്യങ്ങൾക്കൊക്കെ ധാരാളം പൈസ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇന്നെന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, സ്വർണം മനുഷ്യന്മാർ വാങ്ങുന്നത് സമ്പാദ്യം എന്ന നിലയ്ക്കല്ല, അതൊരു ആഡംബരം എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണം മാറ്റി ഒരു സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് ഇതൊന്ന് മാറ്റി പുതിയത് തരാൻ പറഞ്ഞാൽ
അപ്പോൾ നഷ്ടപ്പെട്ടു അതിൻ്റെ 25%. എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണാഭരണം 4 പ്രാവശ്യം മാറ്റി വാങ്ങിയാൽ പുതിയത് വാങ്ങുന്നതിന് തുല്യമായി എന്നാണ് അർത്ഥം. ഇതറിയാതെ പല വീട്ടുകാരും ചെയ്യുന്നത്, പല സ്ത്രീകളും ചെയ്യുന്നത്, സ്വർണം കൊണ്ടുപോയി പണിക്കുറവ്, പണിക്കൂലി 3% വളരെ കുറവുള്ളതെന്ന് അഡ്വർടൈസ്മെൻറ്റ് കണ്ടു. പക്ഷേ 20% നമ്മുടെ കയ്യിൽ നിന്ന് ഇത് എക്സ്ചേഞ്ച് നടത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ 25% വരെ. അപ്പോൾ ഇതറിയാതെ ഇക്കാലഘട്ടത്തിൽ ആഡംബര ഭ്രമത്തിൻ്റെ ഭാഗമായി തന്നെ സ്വർണം എന്ന് പറയുന്നതിനെ ലിക്വിഡാക്കി മാറ്റാവുന്ന ഒരു അസറ്റ് എന്ന രീതിയിൽ കാണാതെ നമ്മുടെ സമൂഹത്തിലുള്ള വില കാണിക്കാനുള്ള ഒരു വസ്തുവായിട്ട് മാറ്റിയതാണ് ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയ ദുരന്തം. തീർച്ചയായും വളരെ വ്യക്തമാണ്. സ്വർണം ഒരു കരുതൽ ധനമായി തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ തന്നെ അതിന് സമീപിക്കണം എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം പല കുടുംബങ്ങളുടെയും കുടുംബ ബജറ്റിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയം പല കുടുംബങ്ങളിലും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ തീവ്രതയും പല തോതിലാണ്. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്, വലിയ മനസ്സിലെ അശാന്തി നിറഞ്ഞു നിൽക്കുന്ന, സമാധാനമില്ലാതെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. ഈ ഒരു ചർച്ച ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് രണ്ടുപേരോടുമാണ്. ആദ്യം എനിക്ക് തോന്നുന്നു ഡോക്ടർ കൊച്ചുറാണി ജോസഫ് സംസാരിക്കും. എന്താണ് നമുക്ക് ഈ കുടുംബങ്ങൾക്ക് നൽകാനുള്ള ഒരു സമാധാനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഒരു ആശ്വാസത്തിൻ്റെ വാക്കുകൾ നമുക്ക് എന്താണ് അവരോട് പറയാൻ സാധിക്കുക? അവസാനമായി പണത്തിന്റെ പിന്നാലെ പോകാതിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ, നമുക്ക് റിസോഴ്സ് ഉണ്ടല്ലോ, നമുക്ക് അതിന്റെ ക്രയശേഷി, ദൈവം എല്ലാ മനുഷ്യർക്കും ഒരു കഴിവ്, താലന്ത് ഒക്കെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ അധ്വാനിക്കുക. പണം നമ്മുടെ പിന്നാലെ വരുന്നു. ഡോണ്ട് ഫോളോ മണി, മണി വിൽ ഫോളോ യു. ദൈവം തന്നിരിക്കുന്ന കഴിവുകളും താലന്തുകളും ഒക്കെ ഉപയോഗിച്ച് അധ്വാനിക്കുക. ഒരു അധ്വാനത്തിന്റെ സംസ്കാരം, എ ഗോസ്റ്റ് ഓഫ് വർക്ക്, ഒരു അധ്വാനത്തിന്റെ സുവിശേഷം, ഒരു വർക്ക് കൾച്ചർ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ബാക്കി കാര്യങ്ങൾ ദൈവത്തിനെ ഭരമേൽപ്പിക്കുക. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. നമുക്ക് ഈ ഒരു സമയത്ത് പ്രാർത്ഥനയുടെ, അല്ലെങ്കിൽ ദൈവാശ്രയ ബോധത്തിൻ്റെ, നിരാശപ്പെടാതെ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഒരു ആവശ്യം നിലവിലുള്ള ഒരു സാഹചര്യമാണിത്. ഈ ദിവസങ്ങൾ കടന്നു പോകുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സമയം തീരുന്നതിന് മുൻപ് ശ്രീ KM ഫ്രാൻസിസ് സാർ, ഒരിക്കൽ കൂടെ സാറിന് എന്താണ് ഈ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളോട് പറയാനുള്ളത്? ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഡെയിലി വേജസ് വാങ്ങി ജീവിക്കുന്ന വ്യക്തികൾ, ചെറുകിട കച്ചവടക്കാർ, ഇവരെല്ലാവരും വളരെയധികം പേര് ആത്മഹത്യയുടെ വക്കിലേക്കാണ്. കാരണം അവരുടെ ലിവ്ലിഹുഡ്, അടിസ്ഥാന വരുമാന മാർഗമാണ് തകർന്നിരിക്കുന്നത്. ഇത്തരം ആളുകളോട് എന്ത് സന്ദേശമാണെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഭയപ്പെടേണ്ട എന്നാണ്. കാരണം നമ്മുടെ ദൈവവിശ്വാസം നമ്മളെ നമ്മുടെ ക്രൈസിസിൽ ശക്തിപ്പെടുത്തണം. കാരണം എത്ര ബുദ്ധിമുട്ടുണ്ടായാലും സങ്കീർത്തകൻ പറയുന്നത് പോലെ എൻ്റെ കണ്ണുകൾ ഞാൻ പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എന്താണ് എൻ്റെ സഹായം എവിടെ നിന്ന്? അപ്രതീക്ഷിതമായി ദൈവം നമ്മളെ സഹായിക്കും എന്ന ഒരു ബോധ്യം ഉണ്ടാവുക എന്നതാണ് ഈ സമയത്ത് മനസ്സ് പതറാതിരിക്കാനായിട്ട് എനിക്ക് നൽകാവുന്ന ഒരു സന്ദേശം. രണ്ടാമത്തെ കാര്യം സർക്കാരിനോടും ബാങ്കിനോടുമാണ്. ഇന്ന് നമുക്ക് ഡെപ്പോസിറ്റായിട്ട് കിട്ടുന്നത് 6.5% പലിശയൊക്കെയാണ് ഡെപ്പോസിറ്റിന് ബാങ്കുകളും സർക്കാർ ട്രഷറിയിൽ 8% വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 25% തുകയെങ്കിലും കുറഞ്ഞ പലിശയ്ക്ക് 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ കൊടുക്കാൻ അവർ തയ്യാറാവണം. ഈ ബാങ്കുകളുടെ ലാഭം മൊത്തം നഷ്ടപ്പെടുത്തേണ്ട, ഒരു 25% തുകയെങ്കിലും ചുരുങ്ങിയ പലിശയ്ക്ക്, എന്ന് പറഞ്ഞാൽ 6.5-ന് വാങ്ങുകയാണെങ്കിൽ 7.5% പലിശയ്ക്ക് 25% അവരുടെ ഫണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചെറുകിട കർഷകർക്ക്, കച്ചവടക്കാർക്ക്, ഡെയിലി വേജസ് ഉള്ള ആളുകൾക്ക് അത് വ്യത്യസ്ത തുക ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതാണ് സർക്കാരും ബാങ്കുകളും ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് വ്യക്തികൾ ദൈവത്തിൽ ആശ്രയിക്കുകയും സാമൂഹിക സ്ഥാപനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പലിശ കുറച്ച്
കുറച്ച് കാലത്തേക്കെങ്കിലും തുക നൽകുകയും ചെയ്യണം എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ള സന്ദേശം. തീർച്ചയായിട്ടും വളരെ നന്ദി, നല്ല നിർദ്ദേശങ്ങൾക്ക്. ഈ ഒരു ചർച്ചയിൽ വളരെ കാര്യക്ഷമമായി തന്നെ പങ്കെടുത്ത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതിന് നന്ദി പറയുന്നു ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, ഒപ്പം പ്രൊഫസർ KM ഫ്രാൻസിസ് സാർ. പ്രിയമുള്ള പ്രേക്ഷകരെ, തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നമുക്കും അവരെ സഹായിക്കാം. ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട്, ധൈര്യം പകർന്നുകൊണ്ട്, സാധിക്കുമെങ്കിൽ സാമ്പത്തികമായും സഹായിച്ചുകൊണ്ട് നമുക്ക് അവരോടൊപ്പം നിൽക്കാം. ഒപ്പം ധനകാര്യ സ്ഥാപനങ്ങളും സാധിക്കുന്ന വിധത്തിലെല്ലാം നിലപാടുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് തങ്ങളുടെ പുതിയ പോളിസികൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ കടന്നു പോകാൻ കുടുംബങ്ങളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം ഈ ഇരുണ്ട കാലഘട്ടത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചർച്ചാ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.